നമസ്കാരം. VBC പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. TP ചന്ദ്രശേഖരൻ വധം CBI തന്നെ അന്വേഷിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇടുക്കിയിലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചൂടേറുന്നു. ഡീൻ കുര്യാക്കോസ് കോതമംഗലത്തും ജോയ്സ് ജോർജ് തൊടുപുഴയിലും സാബു വർഗീസ് ദേവികുളത്തും പര്യടനം നടത്തി. തൊടുപുഴയിലെ പ്രാദേശിക ചാനലായ മീഡിയ ടുഡേയുടെ ഓഫീസ് അക്രമികൾ തല്ലി തകർത്തു. 3 പേർക്ക് സാരമായി പരിക്കേറ്റു. കേബിൾ TV വിതരണ ശൃംഖലകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുത പോസ്റ്റുകളുടെ വാടക 3 ഇരട്ടിയാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച ചാലുകൾ ഓഫ് ചെയ്ത് കരിദിനം ആചരിക്കും. തൊടുപുഴ ശ്രീകൃഷ്ണ ഭഗവാന് തൊടുപുഴ ആനക്കൂട് കവലയിൽ എതിരേൽപ്പ് നൽകുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ബുധനാഴ്ചയാണ് എതിരേൽപ്പ് നടക്കുന്നത്. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. TP ചന്ദ്രശേഖരൻ വധം CBI തന്നെ അന്വേഷിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ ആവശ്യപ്പെട്ട കേസാണിത്. വിശാലമായ ഗൂഢാലോചന തെളിയിക്കപ്പെടുന്നതിന് ഈ കേസ് CBI ഏറ്റെടുക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെടുകയാണെന്നും ചെന്നിത്തല പറഞ്ഞു. വണ്ണപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന പോലീസ് നിയോഗിച്ച സ്പെഷ്യൽ ടീമിൻ്റെ അന്വേഷണം തുടരുന്നതാണ്. ADGP നോർത്ത് ശ്രീ ശങ്കർ റെഡ്ഡിയുടെ നേതൃത്വത്തിലാണ് സ്റ്റേറ്റ് പോലീസ് ചീഫ് ഒരു സ്പെഷ്യൽ അന്വേഷണ ടീമിനെ നിയോഗിച്ചത്. ആ സ്പെഷ്യൽ അന്വേഷണ ടീമിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയപ്പോൾ അതിൻ്റെ പ്രാഥമികമായ റിപ്പോർട്ടാണ് കേരള ഗവൺമെൻറ് നൽകിയത്. ആ പ്രാഥമിക റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിലാണ് CBIക്ക് ഈ കേസ് അന്വേഷണം കൈമാറിയത്. ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വണ്ണപ്പുറത്തെത്തി. ചെന്നിത്തലയ്ക്ക് ആവേശകരമായ സ്വീകരണമാണ് നൽകിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും യാതൊരു പ്രാധാന്യമില്ലാത്ത സമയമാണ്. കേരളത്തിലെ സാഹചര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ UDFന് അനുകൂലമായ സ്ഥിതി നിലനിർത്തുകയാണ്. കേരളത്തിൽ UDFന് അനുകൂലമായ തരംഗം നിലനിൽക്കുകയാണ്. നമ്മളെല്ലാവരും കൂടി നാടിന് ശ്രമിച്ചാൽ ഒരു തർക്കവുമില്ല, 20 സീറ്റും UDFന് കിട്ടുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. കിട്ടാതെ പോയാൽ അതിന്റെ കുറ്റം നമുക്കാണ്. കാരണം രാഷ്ട്രീയ സാഹചര്യം UDFന് ഇത്രയും അനുകൂലമായ ഒരു കാലം കേരളത്തിലെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ 9ാമത്തെ ജില്ലയിലാണ് പര്യടനം നടത്തുന്നത്. എല്ലായിടത്തും UDFന് അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്ഥാനാർത്ഥിയെ പോലും നിർത്താനില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണിത്. 20 പാർലമെന്റ് സീറ്റുകളിൽ 5 സ്വതന്ത്രമായി നിർത്തേണ്ട സാഹചര്യം ഇടതുമുന്നണിക്കുണ്ടായി. പാർട്ടി അണികളിൽ വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസം. K. ഫ്രാൻസിസ് ജോർജ് XMP, അഡ്വക്കേറ്റ് EM അഗസ്തി, റോയ് K. പൗലോസ്, TM സലീം, ജോയ് തോമസ്, S. അശോകൻ, മാത്യു സ്റ്റീഫൻ, CP മാത്യു, KP വർഗീസ് തുടങ്ങിയ UDF നേതാക്കളും പങ്കെടുത്തു. വോട്ടർമാരുടെ മനസ്സ് കവർന്ന UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് കോതമംഗലത്തിലെ പര്യടനം പൂർത്തിയാക്കി. നാട്ടുപൂക്കളും പൂച്ചെടികളും നൽകിയാണ് സ്ഥാനാർത്ഥിയെ നാട്ടുകാർ വരവേറ്റത്. കോഴിപ്പള്ളി കവലയിൽ തന്നെ കാത്തുനിന്ന ജനസഞ്ചയത്തിനിടയിലേക്ക് നാട്യങ്ങളില്ലാതെ സാധാരണക്കാരന്റെ പ്രതിനിധിയായി ഡീൻ നടന്നിറങ്ങിയപ്പോൾ സ്നേഹമഴ പോലെ പെയ്തിറങ്ങിയ ഹർഷാരവം കോതമംഗലത്തെ ജനങ്ങളുടെ മനസ്സിന്റെ അകത്തളങ്ങളിലേക്കാണ് യുവനായകൻ കുടിയേറിയതെന്നതിന്റെ സൂചകമായി സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സജീവ സാന്നിധ്യം ശ്രദ്ധേയമായി. വീട്ടുമുറ്റത്തു നിന്ന് പുരയിടങ്ങളിൽ നിന്നും
സ്വരൂപിച്ച നാട്ടുപൂക്കളും പൂച്ചെടികളും കൊണ്ട് ബൊക്കയും പൂമാലയും ഒക്കെ ഉണ്ടാക്കിയാണ് പ്രിയ നേതാവിനെ അവർ വരവേറ്റത്. യുവജന വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ ഇരുചക്ര വാഹനങ്ങളുമായി ഓരോ കേന്ദ്രങ്ങളും അകമ്പടി സേവിച്ചു. യുവതിയുടെ ആവേശങ്ങൾക്കും വികാര വിചാരങ്ങൾക്കുമൊപ്പം സഞ്ചരിക്കുമ്പോഴും പക്വതയുടെ, സമവീക്ഷണത്തിന്റെയും സമഭാവനയുടെയും ശബ്ദം തന്റെ പ്രസംഗത്തിലും ശരീരഭാഷയിലുമെല്ലാം പ്രതിഫലിപ്പിക്കാൻ ഡീനിനായി. രാവിലെ കോഴിപ്പള്ളി കവലയിൽ നിന്നും ആരംഭിച്ച് വാരപ്പെട്ടി, പല്ലാരിമംഗലം, പിണ്ടിമന, കവളങ്ങാട്, കുട്ടമ്പുഴ, കീരമ്പാറ പഞ്ചായത്തുകളിലെ 50-ൽ പരം കേന്ദ്രങ്ങളിൽ വോട്ടർമാരെ നേരിട്ട് കണ്ട് രാത്രി വൈകി ചക്കിമേടയിൽ പര്യടനം പൂർത്തീകരിച്ചു. ഹൈബീഡൻ MLA പര്യടനം ഉദ്ഘാടനം ചെയ്തു. എതിരാളികളെ കായികപരമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ ഭീകരതയുടെ മുഖമായ CPM, ഇന്ത്യയിലെ വർഗീയ ഭീകരതയുടെ മുഖമായ BJPയുമാണ് നമ്മളുടെ എതിർചേരിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ സവിശേഷമായ ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന, ഒരുപാട് ജാതികളും ഉപജാതികളുമുള്ള ഇന്ത്യയുടെ പൈതൃകമായ മതേതരം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുള്ള, തൊഴിൽ ഒരു അവകാശമാക്കി മാറ്റിയ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ഭക്ഷണം ഒരു അവകാശമാക്കി മാറ്റിയ ഭക്ഷ്യസുരക്ഷാ പദ്ധതി, നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ വിദ്യാഭ്യാസം അവകാശമാക്കുന്ന വിദ്യാഭ്യാസ അവകാശ നിയമം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, അറിവ് സാധാരണക്കാരന്റെ അവകാശമാണ് എന്ന് സ്ഥിരീകരിക്കുന്ന TU കുരുവിള MLA, KP സാബു, ഷിബു തെക്കുംപുറം, PV ഉതുപ്പാൻ, PK മൊയ്തു, എബി എബ്രഹാം, AG ജോർജ്, KM ഇബ്രാഹിം, കെന്നഡി പീറ്റർ, PK ചന്ദ്രശേഖരൻ എന്നിവർ പ്രസംഗിച്ചു. VBC ന്യൂസ് ഇടുക്കി. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ 3ാം ഘട്ട പര്യടനത്തിന് തൊടുപുഴയിൽ തുടക്കമായി. ചൊവ്വാഴ്ച സ്ഥാനാർത്ഥി തൊടുപുഴ അസംബ്ലി മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് പര്യടനം നടത്തിയത്. പട്ടേങ്കവല, കൊതകുത്തി തുടങ്ങിയ സ്ഥലങ്ങളിലെത്തിയ സ്ഥാനാർത്ഥിയെ പ്രവർത്തകർ ആവേശപൂർവ്വം സ്വീകരിച്ചു. നേതാക്കളായ KP മേരി, KL ജോസഫ്, K സലീംകുമാർ, VV മത്തായി, TM മുജീബ് തുടങ്ങിയവരും ജോയ്സിനൊപ്പം ഉണ്ടായിരുന്നു. ഹൈറേഞ്ച് സംരക്ഷണ സമിതി നടത്തിയിട്ടുള്ള എണ്ണമറ്റ സമര പോരാട്ടത്തിന്റെ ശക്തനായ വക്താവായി നിന്ന് ഇവിടെ നിയമ കുരുക്കുകളിൽ ഏതൊക്കെ രീതിയിൽ നോക്കിയാലും ജനങ്ങളുടെ ജീവിതം വലിയ പ്രതിസന്ധി, വലിയ സാമ്പത്തിക പ്രതിസന്ധി. ഈ പ്രതിസന്ധികളുടെ മൂലകാരണം ഗവൺമെന്റിന്റെ നയങ്ങളും നടപടികളും നിലപാടുകളും, കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നയങ്ങളും നടപടികളുടെയും നിലപാടുകളുടെയും ഇരകളാക്കപ്പെട്ട ഒരു ജനസമൂഹം എന്ന നിലയിൽ പ്രിയമുള്ളവരെ, ഈ തെരഞ്ഞെടുപ്പിൽ ആ ഗവൺമെന്റ് സംവിധാനങ്ങൾക്ക് അനുകൂലമായി വിധിയെഴുതാനാവുമോ? ആ തരത്തിൽ ഈ ഗവൺമെന്റിന് അനുകൂലമായി ഒരു വിധിയെഴുത്ത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് കൊടുക്കുന്ന സന്ദേശം എന്താ? അത് ഈ തരത്തിലുള്ള ഗവൺമെന്റിന്റെ തെറ്റായ നടപടികളെയും നിലപാടുകളെയും ഈ ജനവിഭാഗത്തിന്റെ അവകാശങ്ങൾ കവർന്നെടുത്തതിനെയും ഒക്കെ നമ്മൾ അംഗീകരിച്ചു എന്ന സന്ദേശമാകും ഭരണകൂടത്തിനും പൊതുസമൂഹത്തിനും നമ്മൾ കൊടുക്കുക. ആ തരത്തിലൊരു സന്ദേശം കൊടുത്തുകൊണ്ട് ഈ ജനതയ്ക്ക് ഈ മണ്ണിൽ ജീവിക്കാനാവില്ല എന്ന തിരിച്ചറിവാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പിന്തുണയോടുകൂടി നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നത്. ഇടുക്കി മക്കളുടെ പോരാട്ടങ്ങൾ ജീവിക്കാനായി. വാർത്തകൾ തുടരുന്നു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന കോൺഗ്രസ് നേതാവ് PT തോമസ് ആശുപത്രി വിട്ടു. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള യാത്രക്കിടയിൽ ഹൃദ്രോഗബാധയെ തുടർന്ന് വ്യാഴാഴ്ചയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രക്തധമനികളെ തടസ്സം നീക്കം ചെയ്ത ശേഷം അദ്ദേഹം സുഖം പ്രാപിച്ചിരുന്നു. PT തോമസിന് ഡോക്ടർമാർ 1 മാസത്തെ വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലാ നിർമ്മാണ തൊഴിലാളി സംഘം വാർഷിക സമ്മേളനം മൂലമറ്റത്ത് നടന്നു. മൂലമറ്റം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനം ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് PV ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു.
എന്ന് ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. കേന്ദ്രത്തിന്റെ കൂടി ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ പൈസ തന്നുകൊണ്ട് 15,000 രൂപ പ്രസവ സഹായം കൊടുക്കാൻ വേണ്ടി ബോർഡ് തീരുമാനിച്ചു. അങ്ങനെ 15,000 രൂപ പ്രസവ സഹായം കൊടുക്കാൻ ബോർഡ് തീരുമാനിച്ച സമയത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നം തൊഴിലാളികൾ യഥാർത്ഥ തൊഴിലാളികളാണോ എന്ന് അവർ സത്യവാങ്മൂലം. യൂണിയൻ പ്രസിഡന്റ് BN രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി KK വിജയൻ, MB രതീഷ്, MB ശശിധരൻ, B വിജയൻ, സിബി വർഗീസ്, K ജയൻ, AP സഞ്ജു, VB സാബു, KP പാൽരാജ്, ജയ സുഭാഷ്, TN രാജീവൻ എന്നിവർ പ്രസംഗിച്ചു. തൊടുപുഴയിൽ പട്ടാപ്പകൽ അക്രമികൾ അഴിഞ്ഞാടി. അക്രമത്തിൽ 3 പേർക്ക് സാരമായി പരിക്കേറ്റു. തൊടുപുഴ നഗരമധ്യത്തിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക ചാനലായ മീഡിയ ടുഡേയുടെ ഒരു സോഫ്റ്റ്വെയർ സ്ഥാപനത്തിൻ്റെയും ഓഫീസുകൾ അക്രമികൾ തല്ലി തകർത്തു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഭവം. 2 വാഹനങ്ങളിലെത്തിയ 10ഓളം പേർ യാതൊരു പ്രകോപനവും കൂടാതെ ചാനലിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയും ഓഫീസിൽ കയറി ഓഫീസിലുണ്ടായിരുന്നവരെ മർദ്ദിക്കുകയായിരുന്നു. സോഫ്റ്റ്വെയർ സ്ഥാപനത്തിലുണ്ടായിരുന്ന ജീവനക്കാരെ മർദ്ദിക്കുന്നത് കണ്ട് വീഡിയോ എടുക്കുവാൻ ചെന്ന പ്രാദേശിക ചാനലിലെ ക്യാമറമാനെയും സംഘം മർദ്ദിച്ചു. അക്രമികൾ ക്യാമറമാന്റെ ക്യാമറ പിടിച്ചു വാങ്ങി തല്ലി തകർക്കുകയും ചെയ്തു. അക്രമത്തിൽ ബിബിൻ, റൈസൻ, ചാനൽ ക്യാമറമാനായ സുനിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ 2 പേരെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും ഒരാളെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഞങ്ങളിരിക്കുന്ന ഓഫീസിൻ്റെ അവിടെ നിന്ന് ഭയങ്കര ഒച്ച കേട്ടുകൊണ്ട് ഞാൻ ഇപ്പുറത്ത് വന്ന് നോക്കിയപ്പം അവിടെയുള്ള ശരത്ത്, റീസൺ, ജിബിൻ എന്ന് പറഞ്ഞ 3 പേരെ ഇട്ട് ഓടുപാടെ ഇരിക്കുന്നുണ്ട്. 5-8 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്യാമറ എടുത്തുകൊണ്ട് പുറകുവശത്തോടെ ചാടി ഫ്രണ്ടിൽ വന്ന് വിഷിലെടുത്തു. വിഷിലെടുത്തുകൊണ്ട് നിന്നപ്പോൾ ഒരാൾ എന്നെ കണ്ടിട്ട് അകത്തോട്ട് പോവുകയും അപ്പോൾ ഞാൻ കൂടുതൽ വിഷിലെടുക്കാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് കയറി ചെന്നപ്പം കുറേ പേര് വന്ന് എന്നെ ഓടിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ അതിനെ തുടർന്ന് പ്രസ് ക്ലബ്ബിൽ വന്ന് അവിടെ ഒന്ന് പറയും, അവിടെ ഉണ്ടായിരുന്നവർ ഓടി വരികയും ചെയ്തു. അപ്പോഴത്തേക്കും അവിടെ വന്ന് വഴക്കുണ്ടാക്കിയവർ രക്ഷപ്പെടാൻ വേണ്ടി റോട്ടിലോട്ട് ഇറങ്ങി വരികയും ചെയ്തു. അപ്പോൾ ഞാൻ വിഷിലെടുത്തുകൊണ്ട് നിന്നപ്പോൾ ഒരാൾ വന്ന് എന്നെ അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ അവരെ തട്ടി മാറ്റിയിട്ട് ക്യാമറ വെച്ച് വിഷിലെടുക്കാൻ പോയി അവിടെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ക്യാമറ മേടിച്ച് തല്ലിപ്പൊട്ടിക്കുകയും ചെയ്തു. കേബിൾ TV വിതരണ ശൃംഖലകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുത പോസ്റ്റുകളുടെ വാടക 3 ഇരട്ടിയാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച ചാനലുകൾ ഓഫ് ചെയ്ത് കരിദിനം ആചരിക്കും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് വൈകിട്ട് 6 മുതൽ 7 വരെ കേബിൾ TV ശൃംഖലകൾ ഓഫ് ചെയ്ത് പ്രതിഷേധിക്കുന്നത്. നിരക്ക് പിൻവലിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്തുവാനും അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. കേബിൾ ടിവിക്കായി വൈദ്യുതി പോസ്റ്റ് അനുവദിക്കുന്നതിന് നിശ്ചയിച്ചിരുന്ന 17 രൂപയുടെ വാർഷിക വാടക 2002 108 രൂപയായി ഉയർത്തി. 2012 ഇത് 311 രൂപയായി വർദ്ധിപ്പിച്ചത് പിൻവലിക്കണമെന്ന ആവശ്യത്തോട് അധികൃതർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. നിരക്ക് കുറിച്ചില്ലെങ്കിൽ ഏപ്രിൽ അവസാന ആഴ്ച മുതൽ അസോസിയേഷൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ വൈദ്യുതി മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. 20 മുതൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ജാഥകളും യോഗങ്ങളും നടത്തും. സോണി ഗ്രൂപ്പ് പേ ചാനൽ നിരക്കിൽ വർധനവ് വരുത്തിയതിൽ യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി. നിരക്ക് പിൻവലിച്ചില്ലെങ്കിൽ വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്കു ശേഷം ചാനലുകൾ ബഹിഷ്കരിക്കാനും തീരുമാനിച്ചു. BBC ന്യൂസ് തൊടുപുഴ. ഇത് വരയാടുകളുടെ പ്രസവകാലം. രാജമലയിൽ ഈ സീസണിൽ ഇതുവരെ പിറന്നത് 48 വരയാടിൻ കുട്ടികൾ. വരയാടുകളുടെ പ്രസവകാലമായതിനെ തുടർന്ന് രാജമലയിലേക്ക് സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. വരയാടിന്റെ പ്രസവകാലത്തിന് തുടക്കമായതിനെ തുടർന്ന് സുഖപ്രസവം ഉറപ്പാക്കാൻ ഫെബ്രുവരി 3 മുതൽ ഇരവികുളം ദേശീയ ഉദ്യാനത്തിന്റെ ടൂറിസം സോൺ ആയ രാജമലയിലേക്ക് സന്ദർശകർക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പ് പ്രതിദിനം 1500-നും 2000-നും ഇടയ്ക്ക് സഞ്ചാരികളാണ് ഇവിടെ എത്തിയിരുന്നത്. ഏപ്രിൽ 3 വരെയാണ് സന്ദർശക നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സന്ദർശകരില്ലാത്തതിനാൽ ആളും ആരവും ഇല്ലാതെ ശാന്തമാണ് രാജമല. ഫെബ്രുവരി 3-ന് ശേഷം ഇതേവരെ 48 കുഞ്ഞുങ്ങൾ പിറന്നതായാണ് ഏകദേശ കണക്ക്. ഗർഭിണികളായ ആടുകൾ ഇനിയും ഉള്ളതായാണ് വനം വകുപ്പിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ കുറെ ദിവസം കൂടി സന്ദർശക നിരോധനം തുടരണമെന്നാണ് വനം വകുപ്പിന്റെ നിർദ്ദേശം. ഇക്കാര്യം കാണിച്ച് മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡൻ G പ്രസാദ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 78 വരയാടിൻ കുട്ടികളാണ് രാജമലയിൽ പിറന്നത്. ഇക്കൊല്ലം വരയാടുകളുടെ കളക്കെടുപ്പ് ഏപ്രിൽ 21 മുതൽ 29 വരെയാണ്. BBC ന്യൂസ് ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ.
TP ചന്ദ്രശേഖരൻ വധം CBI തന്നെ അന്വേഷിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇടുക്കിയിലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചൂടേറുന്നു. ഡീൻ കുര്യാക്കോസ് കോതമംഗലത്തും ജോയ്സ് ജോർജ് തൊടുപുഴയിലും സാബു വർഗീസ് ദേവികുളത്തും പര്യടനം നടത്തി. തൊടുപുഴയിലെ പ്രാദേശിക ചാനലായ മീഡിയ ടുഡേയുടെ ഓഫീസ് അക്രമികൾ തല്ലി തകർത്തു. 3 പേർക്ക് സാരമായി പരിക്കേറ്റു. കേബിൾ TV വിതരണ ശൃംഖലകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുത പോസ്റ്റുകളുടെ വാടക 3 ഇരട്ടിയാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച ചാലുകൾ ഓഫ് ചെയ്ത് കരിദിനം ആചരിക്കും. തൊടുപുഴ ശ്രീകൃഷ്ണ ഭഗവാന് തൊടുപുഴ ആനക്കൂട് കവലയിൽ എതിരേൽപ്പ് നൽകുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ബുധനാഴ്ചയാണ് എതിരേൽപ്പ് നടക്കുന്നത്. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. തൊടുപുഴയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ ഇപ്പോൾ ലോകത്തെങ്ങും ലഭിക്കുന്നു. തൊടുപുഴയിലെ ആദ്യത്തെ വെബ് TV ചാനൽ ഇന്ന് തന്നെ സന്ദർശിക്കുക. www.bbcnewstodupuഴ.com. തൊടുപുഴയ്ക്ക് സമീപമുള്ള 16 ഗ്രാമപഞ്ചായത്തുകളിലും ഇന്റർനെറ്റിലും ഇപ്പോൾ BBC വാർത്തകൾ ലഭിക്കുന്നു. BBC ന്യൂസ്, തൊടുപുഴയുടെ സ്വന്തം വാർത്താ ചാനൽ. സന്ദർശിക്കുക www.bbcnewstodupuഴ.com.